മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രധാനപ്പെട്ട ഫുട്ബോൾ അപ്ഡേറ്റ്സിനെ കുറിച്ചാണ്. അപ്പോൾ കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മൾ 10K ഫോളോവേഴ്സിന്റെ വളരെ വളരെ അടുത്തെത്തി കഴിഞ്ഞു. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഒരു അപ്ഡേറ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഒരു ബാഡ് ന്യൂസ് ആണ് സിറ്റിയുടെ ക്യാമ്പിൽ നിന്ന് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. ഏർലിംഗ് ഹാലൻഡിന് ഒരു ആംഗിൾ ഇഞ്ചുറി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ മാച്ചിൽ ബോൺമൗത്തിനെതിരെ പുള്ളിക്ക് ഇഞ്ചുറി വന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ഒക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ആംഗിൾ ഇഞ്ചുറിയുടെ കാര്യം ഒഫീഷ്യലായിട്ട് തന്നെ പുറത്ത് വിട്ടിട്ടുണ്ട്. ഏതായാലും ഈ EPL സീസൺ പുള്ളി കളിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമായി കഴിഞ്ഞു. ചിലപ്പോൾ ക്ലബ്ബ് വേൾഡ് കപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയമാകുമ്പോഴത്തേക്കും പുള്ളി തിരിച്ച് ടീമിൽ വരാനുള്ള ഒരു സാധ്യത മാത്രമേ ഇപ്പോൾ ഉള്ളൂ. എന്തായാലും സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഹ്യൂജ് മിസ് തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മറ്റൊരു ന്യൂസ് നമ്മൾ കേൾക്കുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ക്യാമ്പിൽ നിന്നാണ്. ഒരു റൂമർ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ബ്രൂണോ ഫെർണാണ്ടസ് റയൽ മാഡ്രിഡുമായിട്ടുള്ള ചില ലിങ്കൊക്കെയാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. എന്നാൽ എന്തൊക്കെ ആയാലും ബ്രൂണോ ഈ സീസണിൽ സ്കോർ ചെയ്തിട്ടുള്ള വളരെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള കുറച്ച് ഗോളുകളുണ്ട്. അതെനിക്ക് തോന്നുന്നു മറ്റ് പ്ലേയേഴ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പുള്ളിയുടെ ഒരു പെർഫോമൻസ് ഇമ്പാക്റ്റ് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ഒരു മിഡ്ഫീൽഡറെ ഈ സീസൺ കഴിഞ്ഞാൽ റീപ്ലേസ് ചെയ്യുമോ എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. റൂബൻ അമോറത്തിനടുത്ത് ഇക്കാര്യം ചോദിച്ചപ്പോൾ പുള്ളി എന്തായാലും അടുത്ത സീസൺ യുണൈറ്റഡിന്റെ ടീമിൽ ഉണ്ടാകും എന്നുള്ള ഒരു കോൺഫർമേഷൻ ആണ് അമോറത്തിന്റെ സൈഡിൽ നിന്ന് നമ്മൾ കേട്ടത്. പക്ഷേ റയലിന്റെ കാര്യമാണ്, ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഒരു വലിയ ഓഫറൊക്കെ ആയിട്ട് ഇനിയോസിന്റെ അടുത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പുള്ളിയെ വിറ്റ് എൻകാഷ് ചെയ്യാനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. എന്തായാലും പുള്ളി അടുത്ത സീസണും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തന്നെ കണ്ടിന്യൂ ചെയ്യും എന്ന് പ്രതീക്ഷിക്കാം. മറ്റൊരു ന്യൂസ് നമ്മൾ കേൾക്കുന്നത് ബയൺ മ്യൂണിച്ചിന്റെ സൈഡിൽ നിന്നാണ്. ഇപ്പൊ തോമസ് മുള്ളറുടെ കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ബയൺ മ്യൂണിച്ചിന്റെ ഒരു ലെജൻഡായിട്ടുള്ള ഒരു പ്ലെയറാണ്. ഇത്രയും വർഷമായിട്ട് ഒറ്റ ക്ലബ്ബിൽ തന്നെ തുടരുന്ന പുള്ളിയുടെ ഒരു കമ്മിറ്റ്മെന്റിനെ നമുക്ക് എത്ര കമന്റ് ചെയ്താലും മതിയാവില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അടുത്ത സീസണിൽ തോമസ് മുള്ളർക്ക് കോൺട്രാക്ട് കൊടുക്കണ്ട എന്നുള്ള ഒരു വാർത്ത പല ചാനലുകളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ പുള്ളി മറ്റൊരു ക്ലബിലേക്ക് പൈസയ്ക്ക് വേണ്ടി മാത്രം പോകുമോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ചിലപ്പോൾ പുള്ളി ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള വിരമിക്കൽ പ്രഖ്യാപനം നടത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അത് മാത്രമല്ല, ചിലപ്പോൾ ബയന്റെ മാനേജ്മെന്റ് ടീമിലേക്ക് മുള്ളർ വന്നാലും അതിന് അതിശയോക്തിയൊന്നുമില്ല. കാരണം പുള്ളിയുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ആ ക്ലബിന്റെ ഓവറോൾ ജേണിയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. എന്തായാലും കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. മറ്റൊരു ന്യൂസ് വരുന്നത് ആർസണലിന്റെ ക്യാമ്പിൽ നിന്നാണ്. പുതിയ ഒരു ഡയറക്ടർ ഓഫ് ഫുട്ബോൾ ആർസണൽ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ്രിയ ബേർട്ടയാണ് അവര് പുതിയ ഫുട്ബോൾ ഡയറക്ടറായിട്ട് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ പുള്ളിക്ക് ലലിഗയിലും അത്ലറ്റിക്കോ മാഡ്രിഡിലും നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡയറക്ടർ ഓഫ് ഫുട്ബോളറിനാണ്. ഇപ്പോൾ ഗ്രീസ്മാനെ കൊണ്ടുവന്നു, ഓബ്ലാക്കിനെ സൈൻ ചെയ്ത്, ഇങ്ങനെ വളരെ കൃത്യമായിട്ടുള്ള സൈനിങ് അത്ലറ്റിക്കോ മാഡ്രിഡിലേക്ക് കൊണ്ടുവരാൻ ഈ ബേർട്ടയുടെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എൻ്റെ അഭിപ്രായത്തിൽ പുള്ളിയുടെ ഫസ്റ്റ് ജോബ് എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ സ്ട്രൈക്കറെ ആർസണലിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ്. ഇസാക്കിന്റെ പേര് ഇപ്പൊ കഴിഞ്ഞ കുറെ ആഴ്ചകളായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. യോക്കറേഷ് ചിലപ്പോൾ ഒരു ബാക്കപ്പ് ആയിട്ട് വേണമെങ്കിൽ വെക്കാം. ഈ രണ്ട് പേരുകളിൽ നിന്നും ഷോർട്ട് ലിസ്റ്റ് ചെയ്തുകൊണ്ട് ഒരാളെ പോവുക, സൈൻ ചെയ്യുക എന്നുള്ളതായിരിക്കും ഈ ആൻഡ്രിയ ബെർട്ടയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോബ് എന്ന് പറയുന്നത്. ഈ സമ്മർ സീസൺ ആർസണലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് നടത്താനുള്ള സാധ്യത ആർടെറ്റ ഓൾറെഡി സൂചിപ്പിച്ചു കഴിഞ്ഞു. എന്തായാലും എന്തൊക്കെ മാറ്റങ്ങൾ പുള്ളി കൊണ്ടുവരാൻ പറ്റുന്നുള്ളത് നമുക്ക് കണ്ടറിയാം. മറ്റൊരു ന്യൂസ് നമ്മൾ കേൾക്കുന്നത് ബുക്കായ സാക്കയുടെ തിരിച്ചു വരവിനെ സംബന്ധിച്ചുള്ളതാണ്. നമുക്കറിയാം സാക്ക ഇഞ്ചുറി ആയതിനു ശേഷം ആർസണൽ നല്ല രീതിയിൽ തന്നെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ യങ്സ്റ്റേഴ്സ് ഒക്കെ ആ പെർഫോമൻസിലേക്ക് പതുക്കെ വന്നു തുടങ്ങി. ലൂയിസ് കെല്ലിയുടെ പെർഫോമൻസ് ഒക്കെ നമ്മൾ കണ്ടതാണ്. എന്നാൽ സാക്ക ഫുള്ളി ഫിറ്റ് ആയിട്ട് ആർസണലിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ള വാർത്തയാണ് നമ്മൾക്ക് കേൾക്കുന്നത്. അപ്പോൾ ചാമ്പ്യൻസ് ലീഗിലൊക്കെ
റയലിനെതിരെ സാക്ക ഉണ്ടെങ്കിൽ എന്തായാലും അതൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആർസണലിൽ കൊണ്ടുവരുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ചിലപ്പോൾ അടുത്ത മാച്ചിലൊക്കെ സബ്ബായിട്ട് വന്നാലും അതിൽ അതിശയോക്തിയൊന്നും ഇല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും ആർസണലിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസാണ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.